പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫിഷ് കട്ട് സ്കർട്ടും അതിൻ്റെ ടോപ്പിൻ്റെയും കട്ടിങ് വീഡിയോ കാണിച്ചിരുന്നു. അപ്പോൾ അതിലെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടോപ്പിൻ്റെ പാർട്ടുകൾ. ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്നത് നമ്മൾ തുണിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികൊക്കെ ഒന്ന് അടിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഡബിൾ സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മടക്കി നമുക്ക് അതിൻ്റെയും അരികൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ രണ്ട് സ്ലീവിൻ്റെയും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ നെക്കിൻ്റെ അരികൊക്കെ ഓരോക്കെ മടക്കി അടിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് നെക്കിൻ്റെയും അതുപോലെ തന്നെ സ്ലീവ് ഇതുപോലെ രണ്ടാക്കി മടക്കി അതിൻ്റെ അരികിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിലത്തെ സ്ലീവിൻ്റെ ഭാഗം ഒന്ന് കുഴിച്ച് വെട്ടാനായിട്ട് ഇതേപോലെ രണ്ട് സ്ലീവ് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒരു അര ഇഞ്ചോളം കുഴിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് കട്ട് ചെയ്ത ഭാഗം ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. മോശം വശം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇനി സ്ലീവ് നമുക്ക് എടുത്ത് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ബോഡി പാർട്ടിൽ നെക്ക് അറ്റാച്ച് ചെയ്യാം. നമ്മുടെ ഫ്രണ്ട് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇറക്കം കൂടുതലുള്ള ഭാഗമാണ്. അതിൽ ഫ്രണ്ട് നെക്കും അതുപോലെ തന്നെ ബാക്ക് പാർട്ട് ഇറക്കം കുറവുള്ള ഭാഗത്തിൽ ബാക്ക് നെക്കും അറ്റാച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ നെക്ക് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് ഇതുപോലെ അടിച്ച് ഉള്ളിലേക്ക് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് ഉള്ളിലേക്ക് മടക്കി തയ്ച്ചിട്ടില്ല. അത് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് അതിന് ശേഷം നമുക്ക് ബാക്കിലേക്ക് ഉള്ളിലേക്ക് മടക്കി അടിക്കാം. അതിന് ശേഷം നമുക്ക് ഇതുപോലെ നെക്കൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിൽ നിന്നൊരു 12 ഇഞ്ച് താഴേക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. രണ്ട് സൈഡിലും അതുപോലെ 12 ഇഞ്ച്, അതിന് 14 ഇഞ്ച്, അതുപോലെ 16 ഇഞ്ച്, 18 ഇഞ്ച്, അങ്ങനെ ആ 4 മാർക്കിങ് ഓരോ സൈഡിൽ നമുക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഈ സൈഡും അതുപോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തപ്പോൾ 4 ഇഞ്ച് കൂടുതൽ നമ്മൾ ഇട്ടിരുന്നു. അപ്പോൾ അത് ഇവിടെ ഞൊറി ഇട്ട് കൊടുക്കാനാണ് ആ 4 ഇഞ്ച് നമ്മൾ കൂടുതലായിട്ട് ഇട്ടിരുന്നത്. അപ്പോൾ കട്ടിങ്ങിൻ്റെ വീഡിയോ കാണാത്തവർ അത് കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ. ഇനി രണ്ട് ഭാഗത്തെ ഞൊറിവുകളും കൃത്യമായിട്ട് വരാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ലൈനായിട്ടൊന്ന് വരച്ചിടാം. രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ ഞൊറികൾ വരണം. ഇനി നമുക്ക് ഞൊറികൾ ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പോയിൻ്റ് ഇതുപോലെ വരച്ചിട്ടില്ലേ, അതിനവിടെ 2 ചെറിയ ഞൊറികളാണ് ഇടുന്നത്. 4 ഇഞ്ച് വിടത്തിലുള്ള 2 ഞൊറികളായിട്ടാണ് ഓരോ മാർക്കിങ്ങിൽ നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷമാണ് നമ്മൾ ആ ഞൊറികൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സൈഡ് യോജിപ്പിക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ഞൊറികൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് തയ്യൽ തുമ്പിൻ്റെ ആ ഭാഗത്തായിട്ട് നമ്മൾ ഞൊറികൾ ഇട്ട് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ ആ 4 പോയിന്റിലും ചെറിയ ചെറിയ 2 ഞൊറികൾ വീതം ഇട്ട് കൊടുക്കണം. ഒരു സൈഡിൽ നമ്മൾ ഞൊറികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഞൊറി വിട്ട് കൊടുക്കണം. ഇവിടെ ഞാൻ 2 സൈഡിലും ഞൊറി വിട്ട് കൊടുത്തിട്ടുണ്ട്. ഞൊറി വിട്ട് കഴിയുമ്പോൾ നമ്മൾ ബാക്ക് സൈഡിൻ്റെ അതേ ലെങ്ത്തിലായിരിക്കണം നമുക്ക് ഫ്രണ്ട് സൈഡ് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്ക് പാർട്ട് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം. കറക്റ്റ് സൈഡൊക്കെ കറക്റ്റിന് തന്നെ നമുക്ക് കിട്ടണം. ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഈ സൈഡ് ഇതുപോലെ തന്നെ ഒപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. നെക്കിൻ്റെ സെൻറ്റർ മുതൽ താഴോട്ട് ചോക്ക് കൊണ്ട് വരച്ച് മാർക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതുപോലെ നൂല് എലാസ്റ്റിക് ഉണ്ടെങ്കിൽ ബോബിനിൽ നമുക്കത് ചുറ്റിയിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ എലാസ്റ്റിക് ഇല്ലെങ്കിൽ നമുക്ക് 4 ഇഞ്ച് വീതിയിലുള്ള എലാസ്റ്റിക് ബാക്കിൽ വെച്ചതിന് ശേഷം നമുക്കതിൻ്റെ മേലെ വലിച്ച് സ്റ്റിച്ച് ചെയ്താലും മതി. എൻ്റെ നൂല് എലാസ്റ്റിക് ഉള്ളത് കൊണ്ട് ബോബിൻ കേസിലിട്ട് ഞാൻ അതുകൊണ്ട് വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ മുകളിൽ നിന്നൊരു 5 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം എലാസ്റ്റിക് ബോബിനിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഈ വരച്ച ലൈനിൻ്റെ മുകളിൽ കൂടെ വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നല്ല ഞൊറി പോലെ കിട്ടിക്കോളും. ഇപ്പം നമ്മുടെ
നെക്കിൻ്റെ ഷേപ്പ് ഇത്തിരി വ്യത്യാസം വന്നു. നമ്മൾ സ്ക്വയർ പോലത്തെ നെക്കായിരുന്നു കട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഷേപ്പ് മാറിയില്ലേ. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അതുപോലെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നല്ല ദിവസം ചേർത്ത് വെച്ച് ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് നെക്ക് ക്യാൻവാസിൻ്റെ ഭാഗം ഉള്ളിലേക്ക് മടക്കി പതിച്ചടിച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് കുഴിച്ചു വെട്ടി ഭാഗം ഫ്രണ്ടിലേക്ക് തന്നെ ആയിട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ വെച്ച് 2 സ്ലീവും അറ്റാച്ച് ചെയ്തെടുക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഇതേപോലെ കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മുടെ ഞൊറി വിട്ടിട്ടുണ്ടല്ലോ, അത് നമ്മൾ തയ്യൽ തുമ്പ് കണക്കാക്കി മാറ്റി നമ്മൾ ഞൊറി വിട്ടിട്ടുണ്ട്. അത് കറക്റ്റാക്കി വെച്ച് 2 സൈഡ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെ കൃത്യമായിട്ട് വെച്ച് 2 സൈഡും ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഏറ്റവും അടിഭാഗം മടക്കി അടിക്കണം. അതിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് വീതത്തിലുള്ള 2 മടക്ക് മടക്കി ചുറ്റിലും നമുക്ക് അടിച്ചെടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാവരുടെയും അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് അങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.